Hi everyone. So today we are going to start our second module. This is the syllabus of the second module. Mathematical background, elementary number theory, prime numbers, Fermat's and Euler's theorem or Euler theorem, testing for primality, modular arithmetic, congruences, Chinese remainder theorem. Then the second portion is dealing with the finite fields. There comes groups, rings, field, and we have to study about what is Galois field, and then comes some polynomial arithmetic operations on this particular polynomial, that means Galois field. Then we have to study Euclidean algorithms like extended Euclidean algorithm, how to find out the multiplicative inverse using Euclidean algorithm, etc. So this module is actually helping to understand about some mathematical operations that we are using in cryptography. So for any kind of a encryption process and all, we are somehow using mathematical operations. Like prime number is one of the most important concept which is playing inside the cryptography. Okay, അപ്പോൾ നമുക്ക് ആ പറയുന്നതിനെ പറ്റി ആ പ്രൈം നമ്പറിൻ്റെ കുറേ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ആ പ്രൈം നമ്പർ വെച്ചിട്ടാണ് ഗാലോയിസ് ഫീൽഡും കുറേ കാര്യങ്ങൾ പറയുന്നത്. സോ അതിൻ്റെ ഡെപ്തിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. എന്താണ് കോൺഗ്രുവൻസ്, എന്താണ് പ്രൈം നമ്പേഴ്സ്, അല്ലെങ്കിൽ ഒരു പ്രൈം നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ഒരു കോൺഗ്രുവൻസ് വരുന്ന സമയത്ത് പ്രൈം നമ്പേഴ്സ് ഉള്ള ഒരു മോഡലോ പ്രൈം നമ്പർ ആണ് എങ്കിൽ അതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. സോ നമ്പർ ഓഫ് കൺസെപ്റ്റ്സ് ഫ്രം നമ്പർ തിയറി. അപ്പോൾ ഈ നമ്പർ തിയറിയിലാണ് നമ്മളിവിടെ കുറേ കാര്യങ്ങൾ, എലമെൻ്ററി നമ്പർ തിയറി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്പർ ഓഫ് കൺസെപ്റ്റ്സ് ഫ്രം നമ്പർ തിയറി ആർ എസെൻഷ്യൽ ഇൻ ദ ഡിസൈൻ ഓഫ് പബ്ലിക് കീ ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതംസ്. അല്ല, നമുക്ക് ആദ്യമേ എന്താണ് പ്രൈം നമ്പേഴ്സ് എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എനി ഇൻറ്റിജർ ദാറ്റ് നോട്ട് എനി ഇൻറ്റിജർ, an integer that is consider p is an integer which is greater than 1 is a prime number if and only if its only divisors are plus or minus 1 and that number itself. അല്ലേ, അപ്പം പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ 5 ഒരു പ്രൈം നമ്പറാണ്. 5നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് ഏതിനൊക്കെ ഉള്ളൂ, പ്ലസ് ഓർ മൈനസ് 1 അല്ലെങ്കിൽ ആ 5 എന്ന് പറയുന്ന പ്രൈം നമ്പറിന് മാത്രമേ പറ്റുള്ളൂ. അത്തരത്തിലുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് വിളിക്കുക. ദെൻ സം ഓഫ് ദ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമാറ്റിക്, അതായത് ഏതൊരു ഇൻറ്റിജർ എടുത്താലും 1നേക്കാട്ടിലും ഗ്രേറ്റർ ആയിട്ടുള്ള നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ, സപ്പോസ് P1 എന്ന് പറയുന്ന നമ്പർ ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു P2, ലെസ് ദാൻ ഓർ ഈക്വൽ ടു P3, ലെസ് ദാൻ ഓർ ഈക്വൽ ടു PK, എനിക്കതിനെ പവറിൻ്റെ ഫോമിൽ എഴുതാൻ പറ്റും, റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അത് വേറൊന്നുമല്ല, ഒരു നമ്പറിനെ എടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ആൻ ഇൻറ്റിജർ 110 എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഈ 110 എന്ന് പറയുന്ന ഇൻറ്റിജറിനെ എനിക്ക് രണ്ട് പ്രൈം നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. സോ ദാറ്റ് ഈ പ്രൈം നമ്പേഴ്സിനെ എനിക്ക് ഈ പറയുന്ന 110നെ എനിക്ക് ഏത് വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യാം, 2 × 55 വെച്ച് റെപ്രസെൻ്റ് ചെയ്യാം. വേർ 2 ഇസ് എ പ്രൈം നമ്പർ ബട്ട് 55 പ്രൈം നമ്പർ അല്ല. ഇപ്പോൾ ഈ 55നെ എനിക്ക് പ്രൈം നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾസിൽ എഴുതാൻ പറ്റുമെന്ന് നോക്കും. സോ 2 × 55 ക്യാൻ ബി റിട്ടൺ ആസ് 11 × 5, വേർ 5 ഈസ് എ പ്രൈം നമ്പർ, 11 ഈസ് എ പ്രൈം നമ്പർ, 2 ഈസ് എ പ്രൈം നമ്പർ. സോ 3 പ്രൈം നമ്പേഴ്സിൻ്റെ കോമ്പിനേഷനിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾസിൽ എനിക്ക് 110 എനിക്ക് ഫോം ചെയ്യാൻ പറ്റും. ലൈക്ക് വൈസ് 6 എന്ന് പറയുന്ന ഇൻറ്റിജറിനെ എനിക്ക് 2 × 3 എന്ന് റെപ്രസെൻ്റ് ചെയ്യാം, വേർ 2 ഈസ് എ പ്രൈം നമ്പർ ആൻഡ് 3 ഈസ് എ പ്രൈം നമ്പർ. 91 ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ യൂസിങ് ദ മൾട്ടിപ്പിൾസ് ഓഫ് 7 × 13 എന്ന് റെപ്രസെൻ്റ് ചെയ്യാം, വേർ 7 ഒരു പ്രൈമാണ്, 13 ഒരു പ്രൈമാണ്. അപ്പോൾ ഇത്തരത്തിൽ എനിക്ക് കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റും. ഈ 48നെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ നോക്കുന്നതാണ്
48ന് 2 ഇൻറ്റു 24 ആയിട്ട് നോക്കാം. ഈ 24ന് എനിക്ക് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാം, 2 ഇൻറ്റു 12 ആയിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ പ്രൈമായി. ഈ 12 എന്ന് പറയുന്ന പ്രൈം ആക്കണമെങ്കിൽ 2 ഇൻറ്റു 6 ആക്കും. അപ്പോൾ വീണ്ടും ഈ 6 പ്രൈം അല്ല, അപ്പോൾ വീണ്ടും ഞാൻ 2 ഇൻറ്റു 3 ആക്കും. അപ്പോൾ എന്ത് കിട്ടും? 2 power 4 into 3, where 2 is a prime number, right? That is p raised to some integer. P raised to some integer that is greater than or equal to 1. So p raised to n into something, into that prime number. എൻ്റെ ഫോമിലേക്ക് എനിക്ക് ഇവിടെ മാറ്റാൻ പറ്റുന്നുണ്ട് ഇല്ലേ? സോ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് പ്രൈം നമ്പർ ആയിരിക്കണം. that means p എന്ന് പറയുന്നത് it's a prime number raised to any integer that is greater than or equal to 1. Okay. ഇനി നെക്സ്റ്റ് നമുക്കറിയാം എന്താണ് GCD. GCD മീൻസ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. അപ്പോൾ നമുക്ക് യൂക്ലിഡിയൻ അൽഗോരിതം ഒന്നും യൂസ് ചെയ്യാണ്ട് GCD നോർമലായിട്ട് കണ്ടുപിടിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറയുമ്പോൾ രണ്ട് നമ്പറിൻ്റെ ഗ്രേറ്റസ്റ്റ് GCD കാണണം എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് എക്സാമ്പിൾ നോക്കാം. 54 and 24ൻ്റെ GCD കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ 54ൻ്റെ ഡിവൈസേഴ്സ് എന്ന് പറഞ്ഞാൽ 54നെ ഏതൊക്കെ നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഓക്കെ, ഡെഫിനറ്റ്ലി 1 പറ്റും, 2 പറ്റും, 3 വെച്ച് പറ്റും, 6 വെച്ച് പറ്റും, 9 വെച്ച് പറ്റും, 18 വെച്ച് പറ്റും, 27 വെച്ച് പറ്റും, 54 വെച്ച് പറ്റും. സോ ഞാൻ ആദ്യമേ 54ൻ്റെ എല്ലാ ഡിവൈസേഴ്സും നോക്കി വെക്കും. അതിനുശേഷം 24ൻ്റെ ഡിവൈസും കണ്ടുപിടിക്കും. ഡിവൈസേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 4, 6, 8, 12 and 24. Just try by yourself. Okay. അപ്പോൾ GCD of 54 and 24 എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ കോമൺ ആയിട്ട് വരുന്ന ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഏതെന്ന് നോക്കും. കോമൺ ആയിട്ട് വരുന്ന ഏറ്റവും ഗ്രേറ്റർ 1 എന്ന് പറയുന്നത്, ഓക്കെ, രണ്ടു പേർക്കും 1 ഉണ്ട്, അടുത്തത് രണ്ടു പേർക്കും 2 ഉണ്ട്, അടുത്ത കോമൺ ആയിട്ട് വരുന്നത് 3 ഉണ്ട്, അടുത്ത കോമൺ ആയിട്ട് 4 ഇല്ല, 5 ഇല്ല, 6 ഉണ്ട്, 7 ഇല്ല, 8 ഇല്ല, 9 ഇല്ല, 10 ഇല്ല, ഓക്കെ, 12 ഇല്ല, 18 ഇല്ല, 27 ഇല്ല, 54 ഇല്ല, വേറൊന്നുമില്ല. സോ വിച്ച് ഈസ് ദ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഹിയർ? ഡെഫിനറ്റ്ലി 6 ഈസ് ദി ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് 54 and 24. Likewise, what is the GCD of 8 and 12? അപ്പോൾ 8ൻ്റെ ഡിവൈസേഴ്സ് ഏതൊക്കെയാണ്? 8ൻ്റെ ഡിവൈസേഴ്സ് എന്ന് പറഞ്ഞാൽ 1 പറ്റും, 2 പറ്റും, 4 പറ്റും, 8 പറ്റും. നെക്സ്റ്റ് 12ൻ്റെ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? 1 പറ്റും, 2 പറ്റും, 3 പറ്റും, 4 പറ്റും, ദെൻ 6 പറ്റും, നെക്സ്റ്റ് ഏതാണ്? 12 പറ്റും. അപ്പോൾ ഇതിനകത്ത് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറയുമ്പോൾ ഏതാണ്? കോമൺ ആയിട്ട് വരുന്നത് ആകെ 1 to 4 ഉണ്ട്, 1 to 4 ഉണ്ട്. ഇതിനകത്തുള്ള ഗ്രേറ്റസ്റ്റ് എന്ന് പറയുമ്പോൾ 4 ആയിരിക്കും. സോ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് 8 and 12 is 4. ഇതാണ് GCD നോർമൽ വേയിൽ കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് മോഡുലർ അരിത്തമെറ്റിക്. അപ്പം നമ്മൾ എങ്ങനെയാണ് പ്രൈം നമ്പേഴ്സ്, ഏതെങ്കിലും ഒരു നമ്പറിനെ പ്രൈം നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾസിൽ എഴുതുന്നതെന്ന് പറഞ്ഞു. അടുത്ത ഗ്രേറ്റസ്റ്റ് GCD എന്താണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് വൺ ഇസ് മോഡുലർ അരിത്തമെറ്റിക് ആണ്. അപ്പോൾ നിങ്ങൾ മോഡുലസ് ഓപ്പറേഷൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതായത് ഒരു ഡിവിഷൻ നടത്തുമ്പോൾ റിമൈൻഡർ കിട്ടുന്നത് എന്താണോ അതാണ് മോഡുലസ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതാണ്? അതായത് എക്സ് ഈ ഒരു സിമ്പിൾ, ദിസ് ഈസ് കോൾഡ് കോൺഗ്രുവൻറ്റ്. അപ്പോൾ എക്സ് കോൺഗ്രുവൻറ്റ് വൈ മോഡ് എൻ എന്ന് പറഞ്ഞാൽ അത് വേറൊന്നുമല്ല, എക്സ് എന്ന് പറയുന്ന നമ്പറിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും y എന്ന് പറയുന്ന നമ്പറിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, കിട്ടുന്ന റിമൈൻഡർ സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത്തരത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാം, എക്സ് കോൺഗ്രുവൻറ്റ് വൈ മോഡ് n എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 36, അതായത് 36 ഈസ് കോൺഗ്രുവൻറ്റ് ടു 24 മോഡ് 12 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 24 മോഡ് 12 എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മീനിങ് എന്താണ്? 36നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും 24നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും കോമൺ ആയിട്ടുള്ള റിമൈൻഡർ ആയിരിക്കും കിട്ടുന്നത്.
സോ വാട്ട് ഈസ് ദ കോമൺ റിമൈൻഡർ? 12-ന് 3-ൽ പോകും, 12 ഇൻറ്റു 3, അപ്പോൾ എന്താണ് റിമൈൻഡർ 0 ആണ്. അടുത്ത് 24-ൽ 12-ൽ 2 പോകും, 24, അതും റിമൈൻഡർ 0 ആകും. സോ ദ റിമൈൻഡർ ഓഫ് both 36/12 and 24/12 are equal. So I can write 36 is congruent to 24 mod 12 എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, അടുത്തത് ഈ ഒരു ഇതിൽ നിന്ന് തന്നെ നമ്മളിങ്ങനെ എഴുതുന്നുണ്ടല്ലോ, അതായത് ഫോർ എക്സാമ്പിൾ 36 കോൺഗ്രുവൻറ്റ് ടു 24 മോഡ് 12 എന്ന് എഴുതുന്നുണ്ട് അല്ലേ. അപ്പോൾ എനിക്കിങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് എക്സ്, ഇത് വൈ, ഇത് മോഡ് എൻ, ഈ ഒരു രീതിയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിനെങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെ എനിക്ക് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് എന്താണ് ഡിവൈഡഡ് ബൈ എൻ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എന്താ, എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ 36 മൈനസ് 24 എത്രയാണ്? 12 ആണ്. 12 ഡിവൈഡഡ് ബൈ 12 എത്രയാണ്? എൻ ഇസ് നത്തിങ് ബട്ട് 12 വിച്ച് ഇസ് ഈക്വൽ ടു 1. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ എക്സ് മൈനസ് വൈ ഈ രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇഫ് എൻ ഡിവൈഡ്സ് എക്സ് മൈനസ് വൈ, എൻ എന്ന് പറയുന്നത് എക്സ് മൈനസ് വൈനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മൾ വേറൊരു രീതിയിൽ നമ്മൾ പറയുന്നേ ഉള്ളൂ. ഓക്കെ, എക്സ് ഡിവൈഡഡ് ബൈ എൻ ഈസ് ഈക്വൽ ടു വൈ ഡിവൈഡഡ് ബൈ എൻ, ആൻഡ് ഓൾസോ ഐ ക്യാൻ സേ ദാറ്റ് എക്സ് മൈനസ് വൈ ഈ ഡിവൈഡ്സ് എന്താണ്, എൻ ഡിവൈഡ്സ് എന്താണ് എക്സ് മൈനസ് വൈ എന്ന് എനിക്ക് ഇവിടെ പറയാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. 20 is equal to, that means not equal to, this is congruent. Okay, ഇവിടെ 20 is congruent to 3 mod 12 എന്നാണ്. അപ്പോൾ ഇതിനെ എനിക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാം? 20 മൈനസ് 3 ഡിവിസിബിൾ ബൈ 17 ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇവിടെ 17, 20 minus 3 17, 17 by 17 is equal to 1. So I can say that that means 17 divides 20 minus 3 എന്ന് പറയാൻ പറ്റും. ഓക്കെ, അടുത്തത് കുറേ പ്രോപ്പർട്ടീസ് ആണ് കേട്ടോ. അടുത്തത് പറയുന്നത് ഇഫ് രണ്ട് മോഡുലസ് കോൺഗ്രുവൻറ്റ് തന്നിട്ടുണ്ട്, എക്സ് കോൺഗ്രുവൻറ്റ് വൈ മോഡ് എന്നും എ കോൺഗ്രുവൻറ്റ് വൈ മോഡ് എന്നും തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? എക്സ് പ്ലസ് എ ഇസ് കോൺഗ്രുവൻറ്റ് ടു വൈ പ്ലസ് ബി മോഡ് എൻ എന്നെനിക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ എക്സ് കോൺഗ്രുവൻറ്റ് വൈ മോഡ് എൻ ആൻഡ് എ കോൺഗ്രുവൻറ്റ് ബി മോഡ് എൻ, then we can write as x plus a is congruent to y plus b mod n. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ രണ്ട് പേരുണ്ട്. 17 is congruent to y mod 13ഉം 42 is congruent ആണ്. ഇവിടെ ഈക്വൽ ടു അല്ല, ഞാൻ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നില്ല, കോൺഗ്രുവൻ്റ് ആണ്. 42 കോൺഗ്രുവൻറ്റ് 3 mod 13 എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നമ്മുടെ റിലേഷൻ പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 17 ഇത് എക്സ്, ഇത് വൈ മോഡ് എൻ, ഇത് എ, ഇത് ബി, ഇത് എൻ. അപ്പോൾ എന്താണ്, എക്സ് പ്ലസ് എ ആണ്. അപ്പോൾ 17 പ്ലസ് 42 ഈസ് കോൺഗ്രുവൻറ്റ് ടു എന്താ പറഞ്ഞിരിക്കുന്നത്? 4 പ്ലസ് 3, ദാറ്റ് മീൻസ് 4 പ്ലസ് 3 ഈസ് നത്തിങ് ബട്ട് വൈ പ്ലസ് എ മോഡ് 13 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 17 പ്ലസ് 42 എത്രയാണ്? ഇറ്റ്സ് നത്തിങ് ബട്ട് 59 ഈസ് കോൺഗ്രുവൻറ്റ് ടു 7 മോഡ് 13 എന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ചെയ്ത് നോക്കാം, ചെക്ക് ചെയ്യാം. 59 കോൺഗ്രുവൻറ്റ് ടു 7 മോഡ് 13 എന്ന് പറഞ്ഞാൽ എൻ്റെ മീനിങ് എന്താണ്? 59 ഡിവൈഡഡ് ബൈ 13 ഈസ് ഈക്വൽ ടു 7 ഡിവൈഡഡ് ബൈ 13 എന്നാണ്. രണ്ടിൻ്റെ റിമൈൻഡർ ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 59 ഡിവൈഡഡ് ബൈ 13 എത്ര? സോ 13 നമുക്ക് നോക്കാം. 13 ഇൻറ്റു 4 എന്ന് പറയുന്നത് 52 ആണ്. അപ്പോൾ 52 ടൈംസേ പോകത്തുള്ളൂ. അപ്പോൾ ഇവിടെ 4 വന്നു, ഇവിടെ 52 വന്നു. വാട്ട് ഈസ് ദ റിമൈൻഡർ? 7. സോ 59 ഡിവൈഡഡ് ബൈ 13 കിട്ടിയപ്പോൾ എനിക്ക് എത്രയാണ് റിമൈൻഡർ വന്നത്? 7 ആണ് റിമൈൻഡർ വന്നത്. അതുപോലെ 7 ഡിവൈഡഡ് ബൈ 13 കിട്ടുമ്പോൾ എത്രയാണ് റിമൈൻഡർ വരുന്നത്? അതും 7 ആണ് റിമൈൻഡർ വരുന്നത്. സോ ഐ ക്യാൻ സേ ദാറ്റ് 59, that means 17 plus 42 is congruent to 4 plus 3 mod 13 എന്ന് പറയാം. Next property is if x congruent to y mod n and a congruent to b mod n, then I can represent
എക്സ് ഇത് അഡീഷനാണ് പറഞ്ഞത്, അതുപോലത്തെ സെയിം സബ്സ്ട്രാക്ഷനാണ് പറയുന്നത്. എക്സ് മൈനസ് എ ഈസ് കോൺഗ്രുവൻറ്റ് ടു വൈ മൈനസ് ബി മോഡ് എൻ. എക്സാമ്പിളാണ് 42 is congruent to 3 mod 13 and 28 is congruent to 2 mod 13. I can write according to the property, I can write 42 minus 28 is nothing but 14 is congruent to 3 minus 2, that is 1 mod 13. അതായത് 14 divided by 13 ചെയ്യുമ്പോഴും 1 divided by 13 ചെയ്യുമ്പോഴും സെയിം റിമൈൻഡർ ആയിരിക്കും. സോ 14 divided by 13 എന്ന് പറയുമ്പം എന്താണ്? റിമൈൻഡർ 1 ആണ്. 1 മോഡ് 13 എന്ന് പറയുമ്പോഴും റിമൈൻഡർ എന്താണ്? 1 ആണ്. ഓക്കെ. സോ നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് ഇഫ് എക്സ് കോൺഗ്രു മൾട്ടിപ്ലിക്കേഷൻ, അതിൻ്റെ സെയിം മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ പറയുന്നത്. ഇഫ് എക്സ് കോൺഗ്രുവൻറ്റ് ടു വൈ മോഡ് എൻ ആൻഡ് എ കോൺഗ്രുവൻറ്റ് ടു ബി മോഡ് എൻ, ദെൻ ഐ ക്യാൻ റെപ്രസെൻറ്റ് എക്സ് ഇൻറ്റു എ ഈസ് കോൺഗ്രുവൻറ്റ് ടു വൈ ഇൻറ്റു ബി മോഡ് എൻ. ഈ എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് അടുത്ത ഒരു പ്രോപ്പർട്ടിയാണ് ഇഫ് എക്സ് കോൺഗ്രുവൻറ്റ് ടു വൈ ഇൻറ്റു ഇസഡ് മോഡ് എൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് കോൺഗ്രുവൻറ്റ് വൈ ഇൻറ്റു ഇസഡ് മോഡ് എൻ, അവിടെ തന്നെ ഇവിടെയാണ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. ആ സമയത്ത് നമ്മൾ എന്താ പറയുകയെന്ന് വെച്ചാൽ റൈറ്റ് ഹാൻഡ് സൈഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആയിരിക്കും, സെയിം തന്നെ ആയിരിക്കും. എക്സ് കോൺഗ്രുവൻറ്റ് ടു, ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. വൈ മോഡ്, എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുക? വൈ മോഡ് എൻ ഇൻറ്റു ഇസഡ് മോഡ് എൻ ഇൻറ്റു ഹോൾ ഇൻറ്റു മോഡ് എൻ എന്നായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ എക്സ് കോൺഗ്രുവൻറ്റ് ടു വൈ മോഡ് എൻ ഇസ് കോൺഗ്രുവൻറ്റ് ടു എന്താണ്? വൈ മോഡ് എൻ ഇൻറ്റു ഇസഡ് മോഡ് എൻ ദ ഹോൾ മോഡ് എൻ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. 7 കോൺഗ്രുവൻറ്റ് ടു 12 ഇൻറ്റു 11 മോഡ് 5. എനിക്കിതിനെ റൈറ്റ് ഹാൻഡ് സൈഡിനെ 12 മോഡ് 5 ഇൻറ്റു 11 മോഡ് 5 ദ ഹോൾ മോഡ് 5. അപ്പോൾ 12 മോഡ് 5 ഈസ് നത്തിങ് ബട്ട് 2 ആണ്. ഇൻറ്റു 11 മോഡ് 5 എന്ന് പറയുമ്പോൾ റിമൈൻഡർ 1 ആയിരിക്കും കിട്ടുന്നത്. 1 2 ഇൻറ്റു 1 എഗെയിൻ മോഡിഫൈ ചെയ്യണം. അപ്പോൾ 2 മോഡ് 5 7 കോൺഗ്രുവൻറ്റ് ടു 2 മോഡ് 5. അപ്പോൾ എന്താണ്? 7 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 5 ആണോ നോക്കും റിമൈൻഡർ. 7 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ ഏതാണ്? റിമൈൻഡർ 2 ആണ് കിട്ടുന്നത്. 2 മോഡ് 5 റിമൈൻഡർ 2 ആണ്. അപ്പോൾ എന്താണ്? വി ക്യാൻ സേ ദാറ്റ് 7 കോൺഗ്രുവൻറ്റ് 12 ഇൻറ്റു 11 മോഡ് 5 എന്താണ്? സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തത് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇഫ് എക്സ് കോൺഗ്രുവൻറ്റ് ടു വൈ പ്ലസ് ഇസഡ് മോഡ് എൻ. നേരത്തെ നമ്മളിവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെ അഡീഷൻ പ്രോപ്പർട്ടിയാണ് പറയുന്നത്. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആയിരിക്കും, റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ നേരത്തെ പോലെ മാറ്റും. അതായത് വൈ മോഡ് എൻ പ്ലസ് ഇസഡ് മോഡ് എൻ ദ ഹോൾ മോഡ് എൻ, ആ രീതിയിലായിരിക്കും ഇവിടെ പോകുന്നത്. അതിന് കറസ്പോണ്ടിങ് എക്സാമ്പിളാണിത്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. 11 മോഡ് 5 പ്ലസ് 12 മോഡ് 5 ദ ഹോൾ മോഡ് 5. 11 മോഡ് 5 എന്ന് പറയുമ്പം എത്രയാണ് റിമൈൻഡർ കിട്ടുന്നത്? 1. 12 മോഡ് 5 റിമൈൻഡർ 2. സോ വിച്ച് ഇസ് 3 മോഡ് 5. 3 മോഡ് 5 ചെക്ക് ചെയ്യേണ്ടത് 8 കോൺഗ്രുവൻറ്റ് ടു 3 മോഡ് 5. ദാറ്റ് ഇസ് 8 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ഈസ് ഈക്വൽ ടു 3 divided by 5, which is nothing but 3. So I can say that 8 is congruent to 3 mod 5, which satisfy the property. That means 8 is congruent to 11 plus 12 mod 5. ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് ഇത്രയും അറിഞ്ഞിരുന്നാൽ മാത്രമേ ബാക്കി പറയുന്ന പോർഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. So in the next class we can discuss about Euler's torsion function, Euler's theorem and Fermat's theorem. Okay, thank you.